Hi, good morning all. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോളിനോമിയൽ റിഗ്രഷനെ കുറിച്ച് ലീനിയർ റിഗ്രഷനെ കുറിച്ച് പഠിച്ചു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പോളിനോമിയൽ റിഗ്രഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. Let us describe. Let x be an independent variable and y be a dependent variable. x ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും y ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? A set of inputs. And y be a dependent variable having a set of values. We have a set of xi's and yi's. അപ്പോൾ നമുക്ക് let us assume that നമുക്കൊരു 10 value of x ഉണ്ട്, 10 value of y ഉണ്ട്. So we have a set of xi's ranging from 1 to 10 and a set of yi's ranging from 1 to 10. അങ്ങനെയെങ്കിൽ a polynomial regression model defines the relationship between x and y by the following equation. അപ്പോൾ ഈ എക്സും വൈയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്, എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് പോളിനോമിയൽ റിഗ്രഷൻ. അതിന്റെ ഫോം എന്താണ്? y is equal to alpha 0 plus alpha 1 x plus alpha 2 x squared plus etc up to alpha k x raised to k. അപ്പോൾ ഒരു k ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഒരു സിംഗിൾ വേരിയബിളേ ഉള്ളൂ. ആൽഫ 0, ആൽഫ 1, ആൽഫ 2 എക്സെട്ര അപ് ടു ആൽഫ കെനെ നമ്മൾ എന്ത് പറയുന്നു? വി കോൾ ഇറ്റ് ആസ് പാരാമീറ്റേഴ്സ് ഓഫ് ദി മോഡൽ. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര അപ് ടു ആൽഫ കെ ആർ കോൾഡ് ആസ് ദി പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽ. അപ്പോൾ നേരത്തെ നമ്മൾ ലീനിയർ റിഗ്രഷനിൽ പറഞ്ഞതുപോലെ വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ദി പാരാമീറ്റേഴ്സ് സച്ച് ദാറ്റ് ദ എറർ ഈസ് മിനിമം. അതിന് നമ്മൾ ഉപയോഗിച്ച പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്? ലീസ്റ്റ് സം ഓഫ് സ്ക്വയേഴ്സ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ ഉപയോഗിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എററിന്റെ വാല്യൂ എന്താണ്? വി ഹാവ് യൂസ്ഡ് ടു കോൺസെപ്റ്റ്സ് ഹിയർ. വൺ ഈസ് വി ഹാവ് ദ വാല്യൂ ഓഫ് y i എന്ന് പറയുന്നത് മോഡൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോഡൽ. Output by the model. Okay, and alpha 0 and y cap എന്ന് പറഞ്ഞാൽ എന്താണ്? y cap is the actual output. y cap എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഔട്ട്പുട്ട്. ഈ ആക്ച്വൽ ഔട്ട്പുട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞ ഇക്വേഷന്റെ രൂപത്തിൽ എഴുതാം. y cap can be written as is equal to, you can write it as alpha 0 plus alpha 1x plus alpha 2x squared plus etc up to alpha k x raised to k. ഈ ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി അങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മൾ അതിന്റെ എറർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? Actual output, the output produced by the model minus the actual output, the whole squared. Okay, അപ്പോൾ നമ്മൾ n ഇൻപുട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫോർ i is equal to 1 to n, നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞാൽ n ഔട്ട്പുട്ട്സ് ഉണ്ട്. സോ yi മൈനസ് ആൽഫ 0 പ്ലസ് ആൽഫ 1 xi പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ 2 xi square plus etc up to alpha k xi k the whole squared. അതിന്റെ സമ്മ്, ആ എറർ വാല്യൂ മിനിമം ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എറർ വാല്യൂവിന്റെ ഇക്വേഷൻ ആണ് ലീസ്റ്റ് സ്ക്വയർ എററിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ എറർ വാല്യൂ മിനിമം ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ മേക്കിംഗ് എ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഈച്ച് ഓഫ് ദീസ് കമ്പോണൻറ്റ്സ്. Let us discuss about what are the partial derivatives. അപ്പോൾ ഇതിന്റെ ഒപ്റ്റിമൽ വാല്യൂസ്, അപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നതാണ് we have to find out the optimal values. So for example, we have to find out the optimal values of alpha 1 and alpha 0, alpha 1 etc up to alpha k. അതിന്റെ ഒപ്റ്റിമൽ വാല്യൂസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? dEb by d alpha I equal to 0 എന്ന് പറഞ്ഞ് നമ്മൾ ഒപ്റ്റിമം പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫോർ i is equal to 0, 1 etc up to k. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? del E by del alpha 0 കണ്ടുപിടിക്കുന്നു.
ഡെൽ ഇ ബൈ ഡെൽ ആൽഫ സീറോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഇക്വേഷനിൽ നമ്മൾ എന്താണ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n yi മൈനസ് ഇതാണ് ഫംഗ്ഷൻ yi മൈനസ് ആൽഫ സീറോ പ്ലസ് ആൽഫ 1x പ്ലസ് ആൽഫ 2x സ്ക്വയർഡ് ഒരു k ഡിഗ്രി പോളിനോമിയലുള്ള ഒരു ഇതാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആൽഫ പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ k x റൈസ് ടു k the whole squared. ഇതാണ് ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ബൈ ഇക്വേറ്റിംഗ് ദ ഡെറിവേറ്റീവ് ടു 0. അതെങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡെൽ ഇ ബൈ ഡെൽ ആൽഫ സീറോ ആണ് കണ്ടുപിടിക്കുന്നത്. സപ്പോസ് വി ഹാവ് കാൽക്കുലേറ്റിംഗ് del of e by del alpha 0. ഇതെടുക്കുമ്പോൾ ആൽഫ സീറോ ഉൾപ്പെടുന്ന ടേമിൽ ആൽഫ സീറോ മാത്രമേ വേരിയബിൾ ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻസ് ആയിട്ട് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പവർ റൂൾ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? എഫ് ഓഫ് ഈ പർട്ടിക്കുലർ കേസിൽ എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഇപ്പൊ നമ്മൾ ഡെൽ by del x of f of xy ആണ് എടുക്കുന്നത്. Or you can use for the second function നമുക്ക് എങ്ങനെ എഴുതാം? We can and again we can use del by n into del by del y of f of xy. ഇതിനകത്ത് എക്സും വൈക്കും പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? We are using alpha 0, alpha 1 etc up to alpha k. ഓക്കെ, അപ്പോൾ ഈ പവർ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ യു ക്യാൻ സീ വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ വൈൽ ടേക്കിംഗ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ്. ഓക്കെ, ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോർ എക്സാമ്പിൾ നമുക്ക് നേരത്തെ കിട്ടിയത് സിഗ്മ ഓഫ് yi minus can write it as alpha 0 plus alpha 1x plus alpha 2x squared plus etc up to alpha k x raised to k the whole raised to ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി del by del alpha, so this is e is equal to this del by del alpha of e എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് നമ്മൾ എന്താ പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 2 into sigma of yi minus alpha 0 plus alpha 1x plus alpha 2x squared plus etc up to alpha k x raised to k into del by del alpha 0. We are calculating d by del alpha 0 of this entire function. Del by del alpha 0 of this entire f of xy എന്ത് വരും? We can write it as yi. ഇതെല്ലാം ഈ മൈനസ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ 0 ഡെൽ ബൈ ഡെൽ ആൽഫ 0 ഓഫ് ആൽഫ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് ഈ മൈനസ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ -2 ഇൻറ്റു ഇത് വരും. ഓക്കെ, ഇത് നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് -2 രണ്ട് ഇക്വേഷന് രണ്ടിടത്തു നിന്നും ഡിവൈഡ് ചെയ്യുമ്പോൾ സോ വി വിൽ ഗെറ്റ് സിഗ്മ yi മൈനസ് ആൽഫ 0 പ്ലസ് ആൽഫ 1x പ്ലസ് ആൽഫ 2x സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ k x റൈസ് ടു k എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 0. ആൻഡ് സിഗ്മ yi ഫോർ i ഈസ് ഈക്വൽ ടു 0 to n ഈസ് ഈക്വൽ ടു നമ്മൾ ഇപ്പുറത്തോട്ട് ഇത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ വി വിൽ ഗെറ്റ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ സിഗ്മ yi ഈസ് ഈക്വൽ ടു ആൽഫ 0 n പ്ലസ് ആൽഫ n. ഈ സിഗ്മ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ സിഗ്മ xi, ഈ xi ഉള്ളിലോട്ട് പോവും.
പ്ലസ് എക്സെട്ര അപ് ടു സിഗ്മ കെ ഇൻറ്റു എക്സ് ഐ റൈസ് ടു കെ. അത് ആ രീതിയിൽ നമ്മൾ ഇതിനകത്ത് എഴുതാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഡെറിവേറ്റീവ് രണ്ടാമത്തെ ഡെൽ ബൈ ഡെൽ ആൽഫ 1 എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സോ ലെറ്റ് us write what happens when you use del by del alpha 1. So let us try this del by del alpha 1. So let us go to this particular thing. Del by del alpha 1 of E എന്ന് പറയുമ്പോൾ ആൽഫ 1 ഉള്ളത് ഇക്കകത്ത് x1 xi ഉണ്ട്. അപ്പൊ xi അപ്പോൾ ആൽഫ 1 വേരിയബിൾ ആണ്, xi കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 2 ഇൻറ്റു ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഡെൽ ബൈ ഡെൽ ആൽഫ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിന്റെ കൂടെ xi വരും. ആ xi വെച്ചിട്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ xi yi വരും. ഇതിനകത്ത് എല്ലാം xi വരും. xi വരുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇനി ഡെൽ ബൈ ഡെൽ ആൽഫ 2 വരുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് xi സ്ക്വയർഡ്. ആൽഫ 2 എന്ന് പറയുമ്പോൾ ആൽഫ 2 xi സ്ക്വയർഡ് വരും. ഓക്കെ, അപ്പോൾ xi സ്ക്വയർഡ് അതിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. ആൽഫ 2 എന്തായിട്ട് എടുക്കും? ആൽഫ 2 1 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താണ് xi സ്ക്വയർഡ് കൊണ്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടേം ഡെൽ ബൈ ഡെൽ ആൽഫ കെ ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. സോ വി വിൽ ഗെറ്റ് കെ സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് കെ ലീനിയർ ഇക്വേഷൻസ് കിട്ടും. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ആൽഫ 1. നമുക്ക് വേണ്ടത് എന്താണ്? വി വാണ്ട് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ആൽഫ 0, ആൽഫ 1 എക്സെട്ര അപ് ടു ആൽഫ കെ. ഇതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ വി വിൽ ഗോ ത്രൂ. സോ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യു ക്യാൻ റൈറ്റ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇതിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം വരുന്നുണ്ട്, x1 വരുന്നുണ്ട്, x1 സ്ക്വയർഡ് വരുന്നുണ്ട്, x1 റൈസ് ടു k വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. ഈ മൾട്ടിപ്ലൈഡ് ബൈ y എന്ന് പറഞ്ഞൊരു വെക്ടർ വരും. സോ ഇതിനകത്ത് എന്താണ്? സിഗ്മ y എന്ന് പറഞ്ഞ വെക്ടർ വരും. ആ y വെക്ടർ ഇതെടുക്കും. ദാറ്റ് ഈസ് പിന്നെ അടുത്തത് എ വെക്ടർ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ഈക്വലന്റ് ടു a0 എന്ന് പറഞ്ഞാൽ ആൽഫ 0, a1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 എക്സെട്ര അപ് ടു ak എന്ന് പറഞ്ഞാൽ ആൽഫ k. ആൽഫ kക്ക് പകരം a0 a1 എക്സെട്ര അപ് ടു ak എന്ന് പറയുന്നു. ഇനി a0 a1 ഈ വെക്ടറിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? യൂസിങ് ദിസ് ഫോർമുല. ഇതിനെ d എന്ന് പറയും. d ട്രാൻസ്പോസ് ഇൻറ്റു d ദ ഹോൾ ഇൻവേഴ്സ്. ഇതിന്റെ ഈ ഫോർമുലയാണ്. ദിസ് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദിസ് പർട്ടിക്കുലർ പാരാമീറ്റർ. സോ ഐ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ദിസ് ഈസ് ദ തിങ്. ഈ എ വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടറിനകത്ത് എന്തൊക്കെ കാണും? a0 a1 എക്സെട്ര അപ് ടു ak ഈസ് ഈക്വൽ ടു d ട്രാൻസ്പോസ്. ഇതിന്റെ ട്രാൻസ്പോസ്. ഇതിനകത്ത് എത്ര റോസ് ഉണ്ട്? n റോസ് ഉണ്ട്. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് n കോളംസ്. ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ് d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. n കോളംസും n റോസും ഉള്ള ഒരു മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. ഈ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് us suppose that we have a matrix A. Some whatever it may be, 2, 3, 4, 1, 0, 6, 7, 8, 9. ഇതൊരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു മെട്രിക്സ് ആണ്. such that a multiplied by a inverse will be equal to an identity matrix. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ d ട്രാൻസ്പോസ് ഇൻറ്റു d കണ്ടുപിടിച്ചു. അതിനെ ഇൻവേഴ്സ് ചെയ്യുന്നു. ആ മെട്രിക്സിനെ ഇൻവേഴ്സ് ചെയ്യുന്നു. ഇൻവേഴ്സ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ സ്മോൾ മെട്രിക്സ്. ആ മെട്രിക്സിനെ പിന്നെ d ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോളോഡ് ബൈ y വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
you will get the value of a. A എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് കിട്ടും. അതാണ് ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. So we will find out the value of a. അപ്പൊ ഇതാണ് നമ്മൾ സൂപ്പർസ്ക്രിപ്റ്റ് ടി ഡിനോട്ട്സ് ദ ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് by using this equation you can find out the value of a0, a1 etc. up to ak, which is equal to alpha 0, alpha 1 etc. up to alpha k by using the principle of solution of linear equations. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ next we will go to how we will find out ഒരു sample example problem തന്നിട്ട് how you will find out these values of these matrices. നമ്മൾ ഇതൊരു ക്വാഡ്രാറ്റിക് റിഗ്രഷൻ മോഡലാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം പവർ എന്താണ്? 2 വരും. അപ്പോൾ എത്ര ഇക്വേഷൻ വരും? k യുടെ വാല്യൂ k is equal to 2. So you will get 3 equation with the k is equal to 0, 1, 2 ഉള്ള 3 equations നമുക്ക് കിട്ടും. What are the equations? yi, yixi, yixi squared. 3 equation കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഫ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് നോക്കിയാൽ സിഗ്മ yi എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പർട്ടിക്കുലർ ഇതിനകത്ത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സിഗ്മ yi? സിഗ്മ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വൈയുടെ എല്ലാത്തിന്റെ സമ്മാണ് 2.5 പ്ലസ് 3.2 പ്ലസ് 3.8 പ്ലസ് 6.5 പ്ലസ് 11.5. സോ സിഗ്മ വൈയുടെ വാല്യൂ എത്രയാണ്? 27.5. എൻ എക്സ് എ സീറോ, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇൻപുട്സ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് എത്ര ഇൻപുട്സ് ഉണ്ടോ? 1, 2, 3, 4, 5. There are 5 inputs, so the number of n is 5. So n into a0, that is 5 into a0 plus a1 into sigma xi. a1 എന്താണ്? a1ന്റെ വാല്യൂ ആണ് നമുക്ക് a0, a1, a2. a0 എന്ന് പറയുന്നത് ആൽഫ 0, a1 എന്ന് പറഞ്ഞാൽ ആൽഫ 1, a2 എന്ന് പറഞ്ഞാൽ ആൽഫ 2. അപ്പോൾ a1 നമുക്ക് എങ്ങനെയാണ്? a1 എന്ന് പറഞ്ഞാൽ ആൽഫ 1. അതിന്റെ സിഗ്മ xi എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ xi is the sum of the inputs. 3 plus 4, 7 plus 5, 12 plus 6, 18 plus 7, 25. So sigma xi is equal to 25. So 25 a1 plus sigma xi squared. xi squared എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ നമ്പർ എടുക്കുക. ഫസ്റ്റ് xi squared, 3 squared എന്ന് പറഞ്ഞാൽ 9, 4 squared എന്ന് പറഞ്ഞാൽ 16, 9 plus 16 is 25, 5 squared എന്ന് പറഞ്ഞാൽ 25, 25 plus 25 50, 6 squared എന്ന് പറഞ്ഞാൽ 36, 50 plus 6 squared എന്ന് പറഞ്ഞാൽ 86, 7 squared എന്ന് പറഞ്ഞാൽ 49, 86 plus 49 which is equal to 135. So 135 a2. Similarly ഇതുപോലുള്ള വാല്യൂ സിഗ്മ yi xi, yi-യുടെയും xi-യുടെയും സം എന്ന് വെച്ചാൽ എന്താണ്? 3 into 2.5 plus 4 into 3.2 plus 5 into 3.8 plus 6 into 3.6.5 plus 7 into 11.5. That is sigma ai into xi. അപ്പോൾ ഇത്രയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so we will try to find out the solution of this particular equation. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ഈ കേസിൽ നമ്മൾ we got 3 equations, that is these 3 equations. ഈ ഇക്വേഷൻസ് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. yixi squared എങ്ങനെ കിട്ടുന്നു? a0 into sigma xi squared. ഓരോന്നിന്റെയും സ്ക്വയർ കണ്ടുപിടിച്ച് അതിനെ ആഡ് ചെയ്യണം. a1 into sigma xi cube plus a2 into sigma xi raised to 4. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? we will find out. ഇതിനകത്ത് d എന്ന് പറയുന്നത് എന്താണ്? what is the value of d here?
D is equal to matrix D is equal to, you can write it like this, D is equal to 5, 25, 135, then 158, sorry, not 158, 25, 135, 775, okay, 135, 775, 4659, ഇതാണ് ഡിയുടെ വാല്യൂ. ഓക്കെ, ഇനി what is the value of the y vector? Y vector is equal to ഇതാണ്, this is 27.5, 158.5, oh sorry, 158.8, then 966.2, ഇതാണ് y vector. നമുക്ക് വേണ്ടത് എന്താണ്? We need to estimate the value of a vector. A vector is equal to a0, a1 and a2. ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. We have to find out the value of this particular vector. എങ്ങനെ കണ്ടുപിടിക്കും? You can use the formula. The formula is D transpose D the whole inverse. You have to find out the inverse, then multiplied by D transpose into y. So you will get the final value of a0, a1. So you will get a new vector. ഒരു പുതിയ വെക്ടർ കിട്ടും. ആ വെക്ടറിനകത്ത് എന്ത് കാണും? That vector will get the value of a0, a1 and a2. അതിനകത്ത് കാണും. ഈ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ you will get a value a0, a1 and a2. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ദ റിക്വയർഡ്, നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ, ഈ പർട്ടിക്കുലർ, ഇതാണ് ഞാൻ ഇതിനകത്ത് ഈ പർട്ടിക്കുലർ ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് ദിസ് ഈസ് ദ, ഈ ഗ്രാഫിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഇക്വേഷൻ ജനറേറ്റഡ് ബൈ ദി മോഡൽ. ആ ഇക്വേഷന്റെ ഫോം എന്താണ്? വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദി ഇക്വേഷൻ ജനറേറ്റഡ് ബൈ ദ മോഡൽ? ഇറ്റ് ഈസ് 12. A0 എന്ന് പറഞ്ഞാൽ 12.428571 minus 5.512857 into x plus 0.764285 x squared. That is the value of y. അപ്പോൾ നമ്മൾ ഈ ഇതിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ലെറ്റ് us take the case of x is equal to say x3 ആണെങ്കിൽ what is the value of this particular, ഈ പർട്ടിക്കുലർ പോയിന്റിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും the value of the y. ഓക്കെ, ഇനി ആക്ച്വൽ ഔട്ട്പുട്ട് എന്താണ്? 2.5. ആ 2.5 ആണ് ഇവിടെ ഹോളോ സ്പോട്ട് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി 4 എടുക്കുക, x4 ആകുമ്പോഴത്തേക്കും ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹോളോ ഡോട്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് നേരെയുള്ള y കോർഡിനേറ്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും, യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് ദി ആക്ച്വൽ വാല്യൂ and this is the predicted value and this part is the error. അപ്പൊ എറർ മിനിമൈസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ കർവിന്റെ പ്രത്യേകത എന്താണ്? ഈ കർവ് ഈ ആക്ച്വൽ ഔട്ട്പുട്ടുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് 4 പോയിന്റ്സ് ഉണ്ട്. കൊണ്ട ദീസ് 4 points ആർ ആക്ച്വൽ ഔട്ട്പുട്ട്സ്. അല്ല, 5 പോയിന്റ്സ് ഉണ്ട്. 1 2 3 4 5 5 പോയിന്റ്സ് ഉണ്ട്. ഈ 5 പോയിന്റ്സിൽ 4 പോയിന്റ്സും വളരെ ക്ലോസ് ആയിട്ടാണ് വരുന്നത്. ഈ പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ ഉള്ളൂ ചെറിയ ആക്ച്വൽ ഔട്ട്പുട്ടും ഔട്ട്പുട്ട് പ്രെഡിക്റ്റഡ് ബൈ ദ മോഡലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ഒരു ഇക്വേഷൻ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു സോ ദാറ്റ് ദ എറർ ഈസ് മിനിമം. ദാറ്റ് ഈസ് ദ കേസ് ഫോർ എ ക്വാഡ്രാറ്റിക് റിഗ്രഷൻ മോഡൽ. അപ്പൊ ഇതുപോലെ ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി നമ്മൾ ഈ ഇക്വേഷൻസ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇക്വേഷനകത്ത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് A0, A1 എക്സെട്ര അപ് ടു AK. ഏത് ഡിഗ്രി ഓഫ് എത്ര ഡിഗ്രി ഉള്ള റിഗ്രഷൻ പോളിനോമിയലിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ മോഡലിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? A0 പ്ലസ് A1 x പ്ലസ് A2 x സ്ക്വയർഡ് പ്ലസ് A3 x റൈസ് ടു 3 പ്ലസ് എക്സെട്ര അപ് ടു AN. ഇപ്പൊ n ഉള്ള n ഇൻപുട്ട് ഉള്ള ഒരു ഡാറ്റ ആണെങ്കിൽ AN x റൈസ് ടു അല്ല k ഡിഗ്രി ഉള്ള പോളിനോമിയൽ ആണെങ്കിൽ AK x റൈസ് ടു k. ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ അല്ലെങ്കിൽ പോളിനോമിയൽ റിഗ്രഷനകത്ത് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ്. So that's all for this particular session. In the next session, we will discuss about multiple regression, how exactly it is solved by using this is the same concept തന്നെയാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉപയോഗിക്കുന്നത്. The only thing is that മൾട്ടിപ്പിൾ റിഗ്രഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരൊറ്റ പോളിനോമിയൽ റിഗ്രഷനിൽ ഒരു സിംഗിൾ വേരിയബിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും മൾട്ടിപ്പിൾ റിഗ്രഷനിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് പറ്റുന്നു? വി ആർ യൂസിങ് മോർ ദാൻ വൺ ഇൻപുട്ട് വേരിയബിൾസ്. അപ്പോൾ അതിന് ഇതുപോലെ തന്നെ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദ കോൺസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ബൈ ടേക്കിംഗ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ് ആൻഡ് ഫൈൻഡിങ് the values of x1, x2, etc. up to xk for k terms. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒരു ലീനിയർ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെയാണ് അതും ചെയ്യുന്നത്. So let us discuss this concept in the next class. Thank you all.